ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷറിൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ബേസിക്കലി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബെന്ന സൈക്കിൾ എന്ന ഒരു ഡിഫറെൻ്റ് ആയ ടോപ്പിക്കായിട്ടാണ്. സോ ബെന്ന സൈക്കിൾ എന്ന് പറഞ്ഞാൽ പറയുന്നൊരു സൈക്കിള്, ഒരു മാർക്കറ്റ് പ്രഡിക്ഷൻ സൈക്കിൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇത് 1800കളിൽ യു എസിൽ ജീവിച്ചിരുന്ന ഒഹിയോയിൽ ജീവിച്ചിരുന്ന ഒരു ഫാർമർ നെയിംഡ് സാമുവൽ ബെന്നർ, അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു സൈക്കിൾ, ഒരു മാർക്കറ്റ് സൈക്കിൾ റെഫറൻസ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. സോ അദ്ദേഹം 1780 മുതൽ 1872 വരെയുള്ള മാർക്കറ്റിനെ സ്റ്റഡി ചെയ്തതിന് ശേഷം 1873 മുതൽ 2059 വരെയുള്ള മാർക്കറ്റ്സ് എങ്ങനെയാകും എന്ന് അദ്ദേഹം പ്രിഡിക്റ്റ് ചെയ്യുന്ന ചാർട്ടാണ്. സോ ബേസിക്കലി ഇത് വളരെയധികം ഒരു എക്സൈറ്റിംഗ് ആയ ടോപ്പിക് ആയിരിക്കുമല്ലോ. കാരണം 1800കളിൽ ജീവിച്ചിരുന്ന ആൾ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ്സ് അദ്ദേഹത്തിന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ മാത്സ് ഓർ മാത്തമാറ്റിക്കൽ ഓർഡർ ദാറ്റ് വർക്ക്സ് ഇൻ ദ മാർക്കറ്റ്, റൈറ്റ്? സോ അങ്ങനത്തെ ഒരു ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് മാർക്കറ്റിനെ ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബോട്ടംസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ടോപ്സ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഈസി ആയിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം വിതൗട്ട് ഹാവിങ് എനി ടെൻഷൻ. സോ പക്ഷേ ഇദ്ദേഹം ഈ മാർക്കറ്റ് സ്റ്റഡി കാര്യങ്ങളും ഈ ബെന്നർ സൈക്കിൾ സ്റ്റഡി ചെയ്തത് US മാർക്കറ്റ്സിലാണ്. സോ ഡെഫിനറ്റ്ലി US മാർക്കറ്റ്സിലായിരിക്കും കുറച്ചും കൂടെ കൂടുതലായിട്ട് കോറിലേറ്റ് ചെയ്ത് ഈ ഒരു ബെന്നർ സൈക്കിൾ വർക്ക് ചെയ്യുക. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ്സും US മാർക്കറ്റ്സുമായിട്ട് നല്ലൊരു ക്ലോസ് കോറിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ബെന്നർ സൈക്കിൾ ചിലപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലും പ്ലേ ആവുന്നത് തന്നെ കാണാൻ പറ്റും. സോ ഇതെല്ലാം നമുക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് മുന്നേ ബെന്നർ സൈക്കിളിൽ 3 ഫേസസ് ഉണ്ട്. ആ 3 ഫേസസ് ഞാൻ എന്താണെന്ന് ഇവിടെ പരിചയപ്പെടുത്തി തരാം. സോ 3 ഫേസസ് എന്ന് പറഞ്ഞാൽ പാനിക് ഇയർ. ഒന്നാമത്തെ ഫേസാണ് പാനിക് ഇയർ. സോ പാനിക് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയേഴ്സ് ഇൻ വിച്ച് പാനിക് ഹാവ് ഒക്കേർഡ് ആൻഡ് വിൽ ഒക്കേർ അഗൈൻ. അതായത് ഈ വർഷങ്ങളിലൊക്കെ പാനിക് ഇയർ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വർഷങ്ങളിലും വലിയൊരു പാനിക് തന്നെ മാർക്കറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വലിയൊരു തകർച്ച മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷങ്ങൾ ഇനിയും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വർഷങ്ങളിൽ ഇനിയും ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വർഷങ്ങളിൽ ഇനിയും പാനിക്കുകൾ ഉണ്ടാവും, ഇനിയും മാർക്കറ്റിൽ വലിയ കറക്ഷൻസ് വരുമെന്നാണ് ബെന്നർ സൈക്കിൾ വെച്ച് പറയുന്നത്. അപ്പോൾ വർഷങ്ങൾ ഏതാണെന്നൊക്കെ നമുക്ക് വരുന്ന സമയങ്ങളിൽ നമുക്ക് അതൊക്കെ എല്ലാം പരിശോധിച്ച് നോക്കാം. സെക്കൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഗുഡ് ടൈംസ് ആണ്. സോ ഗുഡ് ടൈംസ് എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് ഓഫ് ഗുഡ് ടൈംസ്, ഹൈ പ്രൈസസ് ആൻഡ് ദ ടൈം ടു സെൽ സ്റ്റോക്സ് ആൻഡ് വാല്യൂസ് ഓഫ് ഓൾ കൈൻഡ്. അതായത് ഈ സമയത്താണ് നമ്മൾ കൂടുതൽ സ്റ്റോക്സ്, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സ് എല്ലാം പ്രോഫിറ്റബിളായി ഉണ്ടാകുന്ന സമയം. ഈ സമയങ്ങളിൽ നമ്മൾ സ്റ്റോക്സ് എല്ലാം വിൽക്കണം. അതായത് മേ ബി ഒരു പാനിക് ഇയറിന് ശേഷം ഒരു ഫോൾ വന്നിട്ട് അതിന് ശേഷം ഒരു അപ്പ് റാലി, ഒരു ബൂം വരുമ്പോൾ നമ്മൾ സ്റ്റോക്സ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഗുഡ് ടൈമിൽ എത്തുമ്പോൾ നമ്മൾ സ്റ്റോക്സ് ഒക്കെ വിൽക്കണം. കാരണം അവിടെ നിന്ന് വീണ്ടും ഒരു കറക്ഷൻ വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്, റൈറ്റ്? സോ പാനിക് ഇയർ വന്നു, അത് കഴിഞ്ഞ് ഗുഡ് ടൈം വന്നു. ഗുഡ് ടൈം എന്ന് പറഞ്ഞാൽ പാനിക് എന്ന് പറഞ്ഞാൽ വലിയ പാനിക് ഉണ്ടായിരുന്ന ഇയേഴ്സ് ആണ്. ഡെഫിനറ്റ് അതിന് മുന്നേ നമ്മുടെ സ്റ്റോക്സ് ഒക്കെ വിറ്റിരിക്കണം. ഗുഡ് ടൈംസ് പറഞ്ഞാൽ നല്ല സമയം കഴിഞ്ഞു, അതായത് ഒരു വലിയൊരു ബുൾ മാർക്കറ്റ് പോലെ വന്നിട്ട് അതിനുശേഷം ഒരു കറക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീണ്ടും ആ സമയത്ത് നമ്മളെല്ലാം സ്റ്റോക്സ് ഒക്കെ വിൽക്കണം. പിന്നെ മൂന്നാമത്തെ ഫേസ് ആണ് ഇയേഴ്സ് ഓഫ് ഹാർഡ് ടൈം. സോ ഇയേഴ്സ് ഓഫ് ഹാർഡ് ടൈം എന്ന് പറഞ്ഞാൽ ലോ പ്രൈസസ് ആൻഡ് ഗുഡ് ടൈം ടു ബൈ സ്റ്റോക്സ് ആൻഡ് അതർ കമ്മോഡിറ്റീസ്. സോ ബേസിക്കലി ഇയേഴ്സ് ഓഫ് ഹാർഡ് ടൈം ആണ് ഈ ഒരു പാനിക് ഇയറിന് ശേഷം അല്ലെങ്കിൽ ഗുഡ് ടൈമിന് ശേഷം വരുന്ന സമയങ്ങൾ. അതായത് സ്റ്റോക്സ് എല്ലാം താഴത്തേക്ക് വന്നു, ഇപ്പോൾ സ്റ്റോക്സ് എല്ലാം വളരെ ചീപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയങ്ങളിലാണ് കൂടുതൽ അഗ്രസീവായിട്ട് നമ്മൾ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹോൾഡ് ടിൽ ദ ബൂം റീച്ചസ് ദ ഇയേഴ്സ് ഓഫ് ഗുഡ് ടൈം. അതായത് ചെറിയ പൈസയ്ക്ക് താഴെ നിന്ന് വാങ്ങിയിട്ട് അതെല്ലാം നമ്മൾ ഈ ഗുഡ് ടൈം എന്ന സമയം വരെ നമ്മൾ ഹോൾഡ് ചെയ്യുക. ഈ ഗുഡ് ടൈമിൻ്റെ സമയത്ത് നമ്മൾ വിൽക്കുക. കാരണം ഓൾറെഡി മാർക്കറ്റിൽ എക്സ്ട്രീംലി ബിഗ് യൂഫോറിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റോക്സ് ഒക്കെ മുകളിലേക്ക് പോകണം. അപ്പോൾ എല്ലാവരും സ്റ്റോക്സ് ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ കൂടുതൽ വാങ്ങാതെ ഗുഡ് ടൈംസിൽ നമ്മൾ വിറ്റ് തുടങ്ങണം. അതുകൊണ്ട് അങ്ങനെ വിറ്റ് നമ്മൾ പാനിക് ഇയേഴ്സോ അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ ഫുൾ മാർക്കറ്റിന് പുറത്തേക്ക് ഇറങ്ങും. അതുപോലെ തന്നെ നമ്മൾ ഈ വലിയ സെല്ലിങ്ങിലും കാര്യങ്ങളും നമ്മൾ പെടില്ല. സോ ഈ 3 ഫേസസ് ഇതാണെന്ന് നമുക്ക് എന്താണെന്ന് നമുക്ക് ചാർട്ടിൽ തന്നെ പരിശോധിച്ച് നോക്കാം. സോ ബെന്നേഴ്സ് മാർക്കറ്റ് സൈക്കിളിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ
ഞാൻ പറഞ്ഞ പോലെ 3 ഫേസസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഫേസ് എ എന്ന് പറയുന്നത് ഇയേഴ്സ് ഇൻ വിച്ച് പാനിക് ഹാവ് ഒക്കേർഡ് ആൻഡ് വിൽ ഒക്കർ അഗൈൻ. സോ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കോണ്ടാക്സിൽ നോക്കുകയാണെങ്കിൽ 1990 ശേഷമാണ് ഇന്ത്യൻ മാർക്കറ്റ്സ് ഓപ്പൺ ആയത്. സോ 1990 ശേഷം മാത്രമേ പ്രോപ്പർ പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്കുള്ളൂ. അപ്പോൾ 1990 ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ 1999-ലും 2019-ലും മാത്രമാണ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ്സ് ഇന്ത്യൻ മാർക്കറ്റ്സിൽ. സോ ഈ പാനിക് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 പാനിക് ഇയേഴ്സാണ് ആസ് പെർ ബെന്നസ് സൈക്കിൾ ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. ബിക്കോസ് അതിന് മുന്നേ ഈ ഇന്ത്യൻ മാർക്കറ്റ്സ് അവൈലബിൾ ആയിരുന്നില്ല. സോ 1999-ൻ്റെ എൻഡോടുകൂടി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ബൈ ദ എൻഡ് ഓഫ് 2020-ൽ എക്സ്ട്രീംലി ബാഡ് ഒരു കറക്ഷൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ടെക് ബബിൾ ബേസ്റ്റ് ആയിരുന്നു. സോ ആ സമയത്ത് ടെക് ബബിൾ ബേസ്റ്റ് ചെയ്ത് US-ലും വലിയ കറക്ഷൻ വന്നു. അതുപോലെ തന്നെ 2000-ൽ ഇന്ത്യയിലും വലിയൊരു കറക്ഷൻ വന്നു. അപ്പോൾ ഇന്ത്യൻ്റെ ചാർട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സോ ജൂലൈ 99, ഓഗസ്റ്റ് 99 നമ്മൾ 3 months ക്വാർട്ടർലി അല്ലെങ്കിൽ 3 month ചാർട്ടാണ് നിഫ്റ്റീൻ്റെ. സോ ലാസ്റ്റ് ക്വാർട്ടർ നിഫ്റ്റീൻ്റെ 1999 എന്ന് പറയുന്നത് ഒക്ടോബർ 1999 ആണ്. അതിനുശേഷം ഒരു വലിയൊരു കറക്ഷൻ തന്നെ മാർക്കറ്റിൽ വന്നു. എത്രയായിരുന്നു 50% കറക്ഷനാണ് മാർക്കറ്റിൽ വന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു പാനിക് ഇയർ നമ്മൾ കണക്കിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും അതിൽ നല്ലൊരു കോറിലേഷൻ ഉണ്ട്. സോ ഒരു കോറിലേഷൻ ഉണ്ട്, ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു കോറിലേഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും കോറിലേഷൻ ഉണ്ടെന്ന് അല്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഈ ചാർട്ട് പരിശോധിച്ച് നമുക്ക് നോക്കാം എത്രമാത്രം കോറിലേഷൻ നമുക്ക് ബെന്നസ് സൈക്കിളും ഇന്ത്യൻ മാർക്കറ്റ്സും തമ്മിലുണ്ടെന്ന്. ഇപ്പോൾ 2019 നോക്കുകയാണെങ്കിൽ 2019 എൻഡോടുകൂടി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതാണ് ഒക്ടോബർ 2019, ഇതാണ് ക്വാർട്ടർ. അതിനുശേഷം കൊറോണ ഫോൾ നമുക്ക് വന്നു. സോ കൊറോണ ഫോൾ ഫ്രം ദ ടോപ്പ് എത്ര ശതമാനം വീണു? ഓൾമോസ്റ്റ് 40% കൊറോണ ഫോൾ പോയിട്ടുണ്ട് മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് 2019, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പാനിക് വരാൻ പോകുന്നത് 2035-ലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി പാനിക് ഇയേഴ്സ് പെർഫെക്റ്റ് കോറിലേഷൻ ആണ് മാർക്കറ്റ്സുമായിട്ട് 1999-ഉം 2019-ഉം. ഈ 2 വർഷത്തിനും എൻഡോടുകൂടി നമ്മൾ ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. നല്ല എക്സ്ട്രീംലി അഗ്രസീവായിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇനി നോക്കേണ്ടത് ഇയേഴ്സ് ഓഫ് ഗുഡ് ടൈം ആണ്. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ്സ് ഫാസ്റ്റായിട്ട് സെൽ ഓഫ് ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം ഓൾറെഡി ഹൈ പ്രൈസസും കാര്യങ്ങളൊക്കെ മാർക്കറ്റുണ്ട്. മാർക്കറ്റൊക്കെ ഓവർ ബോട്ടായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ്സ് എല്ലാം ഓവർ വാല്യൂഡ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു കറക്ഷൻ വരാൻ പ്രോബബിലിറ്റി ഉണ്ടെന്നാണ് ബെന്നസ് സൈക്കിൾ വെച്ച് ബെന്നസ് പറയുന്നത്. സോ 1999 ഓൾറെഡി ഇവിടെ കോറിലേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 1999 നമുക്ക് കണക്കിലെടുക്കേണ്ട. പക്ഷേ 2007 എന്നുള്ള ഇയർ കണ്ടോ, 2007-ൽ എന്താണ് സംഭവിച്ചത്? 2007-ലാണ് നമ്മുടെ US മാർക്കറ്റ്സ് എല്ലാം മറ്റ് ഫിനാൻഷ്യൽ ഡിബിക്കിൾ കാരണം ഫുൾ US മാർക്കറ്റ്സും എല്ലാം വലിയ ഒരു തകർച്ച തന്നെ US മാർക്കറ്റ്സ് നേരിട്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിലും ആ സെയിം തകർച്ച ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. സോ 2007 ഒക്ടോബർ 1, 2007 എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് 2007-ലെ ലാസ്റ്റ് ക്വാർട്ടർ ആയിരുന്നു ഈ ഒരു ഒക്ടോബർ ക്വാർട്ടർ. ഡെഫിനറ്റ്ലി അതിനുശേഷം മാർക്കറ്റ്സ് ഒരു 65% മാർക്കറ്റ്സ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വീണ്ടും ഒരു നല്ലൊരു കോറിലേഷൻ വന്നിരിക്കുകയാണ്. പിന്നെ 2016-ലും ഒരു ടോപ്പ് നമ്മൾ ബെന്നസ് സൈക്കിൾ പറയുന്നുണ്ട്. സോ 2016-ലെ ടോപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 2016 ഇവിടെയാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഒക്ടോബർ 2016 ശേഷം വലിയൊരു കറക്ഷൻ വന്നില്ല. അതിന് പകരം ഒരു റാലി തന്നെയാണ് വന്നത്. 50% റാലി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു കൊറോണ ഫോൾ വന്നത്, റൈറ്റ്. സോ 2016 ഈ ഒരു ഫോള് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു ഇൻവാലിഡ് ആയെന്ന് തന്നെ പറയാം. പക്ഷേ 1999, 2019 അതുപോലെ തന്നെ 2007 എന്നിവ വർക്കായി. അതായത് 3 out of 4 വർക്കിംഗ് ആണ് ആസ് ഫാർ ഓഫ് ടോപ്സ് ആർ കൺസിഡേർഡ് ഫോർ ബെന്നസ് മാർക്കറ്റ്. പക്ഷേ 2016 നമുക്ക് ഫോള് വന്നില്ല. പിന്നെ വരുന്ന അടുത്ത പ്രൊഡിക്ഷൻ 2007 പോലെ അടുത്ത പ്രൊഡിക്ഷൻ 2006-ലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാർട്ട് ഇപ്പോൾ എക്സ്ട്രീംലി വൈറലാവുന്നതും. അതുപോലെ തന്നെ പീപ്പിൾ ആർ വെരി മച്ച് ഡൗട്ട്ഫുൾ അബൌട്ട് ദെയർ ഇൻവെസ്റ്റിംഗ്. ബിക്കോസ് ബെന്നസ് സൈക്കിൾ ഇത്രയും കാര്യങ്ങൾ, അതായത് 75% അക്യുറസിയിൽ ഇന്ത്യൻ മാർക്കറ്റ്സുമായിട്ട് ബെന്നസ് സൈക്കിൾ കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. സോ 2026 എൻഡോടുകൂടി ഒരു വലിയൊരു കറക്ഷൻ മാർക്കറ്റിൽ വന്നാലോ എന്നാണ്. കാരണം 2007-ൽ നമുക്ക് എന്താ കണ്ടത്? നമ്മൾ 2007-ൽ ഒരു എക്സ്ട്രീംലി ബിഗ് കറക്ഷൻ, അതായത്
60% കറക്ഷനാണ് കണ്ടത്. 1990 നമ്മൾ ഓൾമോസ്റ്റ് 50% കറക്ഷനാണ് നമ്മൾ കണ്ടത്. 2016 ഡെഫിനറ്റ്ലി ഇൻവാലിഡ് ആയിരുന്നു. പക്ഷേ വീണ്ടും 2026 എന്നൊരു ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു വലിയൊരു കറക്ഷൻ കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. പക്ഷേ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് സൈക്കിൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് തന്നെ ഫോളോ ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ വി ക്യാൻ ബി കോഷ്യസ് അല്ലേ. ഓൾറെഡി ഇപ്പം തന്നെ മാർക്കറ്റ്സ് ഒക്കെ വളരെയധികം സ്ലഗിഷ് ആണ്. സോ അറിയില്ല, മേ ബി 2026 കൂടി ഒരു ഫോൾ വന്നിട്ട് 2027 തന്നെ ഒരു നല്ലൊരു റിക്കവറി നമുക്ക് കിട്ടിയേക്കാം മാർക്കറ്റിൽ. ഇതെല്ലാം അസംഷനാണ്, ഒന്നും നമുക്ക് ഡെഫിനറ്റ് എന്ന് പറയാൻ പറ്റില്ല, റൈറ്റ്. പക്ഷേ നമുക്ക് ജസ്റ്റ് റെട്രോസ്പെക്റ്റിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് അല്ലേ. കാരണം 1800s ഉണ്ടായിരുന്ന ഒരാൾ ഇത്രയും വലിയൊരു പ്രൊഡിക്ഷൻ കാര്യങ്ങളും ചെയ്യുന്നു. ആ 1800s സ്റ്റഡി സ്റ്റിൽ ഇപ്പോഴും 75% ഓഫ് ദ ടൈം ഇറ്റ്സ് വാലിഡ് എന്ന്. യു എസ് മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു രീതിയിലുള്ള കോറിലേഷൻ കാണാം. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ പലരും ചെയ്തിട്ടുണ്ട്. പല യു എസ് സിറ്റിസൻസും അവരുടെ ചാനൽസിൽ, ഇംഗ്ലീഷ് ചാനൽസിൽ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പോയി കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ പറയുന്നതാണ് ഇയേഴ്സ് ഓഫ് ഹാർഡ് ടൈംസ്. ഈ ഒരു ബോട്ടമിൽ വരിക്കുന്ന ഇയേഴ്സ് ഓഫ് ഹാർഡ് ടൈം എക്സാക്ട് ബോട്ടം പ്രിഡിക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ സ്റ്റഡീസ് മനസ്സിലാക്കിയത്. കാരണം റാലി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ടാണ് ഈ ഇയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ നിഫ്റ്റിയിൽ അറ്റ്ലീസ്റ്റ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു സമയത്ത് ബോട്ടം എന്ന രീതിയിൽ വാങ്ങാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. കാരണം അതിൽ മുന്നേ ബോട്ടം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ സ്റ്റഡീസ് എനിക്ക് പറയുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഈ ഒരു ഇയേഴ്സും കൂടെ പരിശോധിച്ച് നോക്കാം. സോ 1985 എന്ന് വെച്ചോ. 1985 എൻഡോടുകൂടി എന്താണ് സംഭവിച്ചതെന്ന് മാർക്കറ്റ് 85 നമുക്ക് ഇല്ലല്ലോ മാർക്കറ്റിൽ, സോറി 1996, റൈറ്റ്. സോ 1996 എൻഡ് എന്ന് പറയുന്നത് 1996 എൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് 40% മൂവ് ചെയ്തിട്ടുണ്ട്, ഓക്കെയാണ്. പിന്നെയും മാർക്കറ്റ് താഴെ വന്നെങ്കിലും ഈ ഒരു ക്വാർട്ടർ എൻഡിങ്ങിൻ്റെ ലോനെ ടച്ച് ചെയ്തിട്ടില്ല, വീണ്ടും മുകളിലേക്ക് പോയി. ഈ ഒരു ലോ ഇൻടാക്റ്റ് ആയിരുന്നു. ഒരു 40% മൂവ് കിട്ടിയെന്ന് പറയാം. പിന്നെ 2005 എൻഡോടുകൂടി എന്താ സംഭവിച്ചതെന്ന് നോക്കാം. അടുത്ത 2005 ആണ് ഇയർ. 2005 എൻഡോടുകൂടി 2005 എൻഡ് ഇവിടെയാണ്. സോ എൻഡോടുകൂടി നമുക്കൊരു 100% മൂവ് വന്നിട്ട്, പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു ബോട്ടം ഇത്രയും 100% മൂവ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എക്സാക്ട് ബോട്ടം നമുക്ക് ഇവിടെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്, അറ്റ്ലീസ്റ്റ് ആസ് ഫാർ ആസ് ഇന്ത്യൻ മാർക്കറ്റ്സ് ആർ കൺസേൺ. പിന്നെ 2012 ഒരു ബോട്ടം പറയുന്നുണ്ട്. 2012 എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ 2012 വീണ്ടും ഒരു വലിയ ഫോളോ വരുന്ന നമ്മൾ 100% മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2012. പക്ഷേ സ്റ്റിൽ നമുക്ക് ഈ കറക്റ്റ് ഈ ബോട്ടത്തിൽ നിന്നും നമുക്ക് ഒരു എൻട്രി കിട്ടിയിട്ടില്ല ഡെഫിനറ്റ്ലി. പക്ഷെ സ്റ്റിൽ 100% മൂവ് വിത്തിൻ ദിസ് ടൈം ഫ്രെയിം. എത്ര 2012 അല്ലേ. 2012 ലോ ഇതാണ്. 2019 ആകുമ്പോഴേക്ക് നമുക്ക് 100% മൂവ് തന്നിട്ടുണ്ട്. 7 ഇയറും കൊണ്ടാണ് 100% മൂവ്. കുറച്ച് സ്ലഗിഷ് ആയ മൂവ് ആണെന്ന് വേണമെങ്കിൽ പറയാം സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. സ്റ്റിൽ വി ഗോട്ട് 100% മൂവ്. അത് കഴിഞ്ഞ് 2023 നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 2023 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അതിന് ശേഷമാണ് മാർക്കറ്റ് വീണ്ടും 18% മൂവ് മാത്രമേ 2023 എൻഡിന് ശേഷം മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ളൂ. സോ ഈ ഒരു ബോട്ടമിങ് പ്രോസസ്സിൽ കോറിലേഷൻ അറ്റ്ലീസ്റ്റ് ആസ് ഫാർ ആസ് ഇന്ത്യൻ മാർക്കറ്റ്സ് ആർ കൺസേൺഡ് അത്ര വലിയ കോറിലേഷനും കാര്യങ്ങളോ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ടോപ്സ് എന്താണ് ഫേസ് എ ആൻഡ് ഫേസ് ബി, അത് വലിയൊരു കോറിലേഷൻ തന്നെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം 2019 നമുക്ക് ടോപ്പ് കിട്ടിയിട്ടുണ്ട്. സോ 100% ആണ് ഫേസ് എ കോറിലേഷൻ. ഫേസ് ബി കോറിലേഷൻ 1999, 2007, 2016, 2026 ആണ്. ഇതിൽ 1999, 2007 പ്രോപ്പർ ടോപ്പുകളായിരുന്നു. 2016 ടോപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ 2026 ആണ് വരുന്നത്. അപ്പോൾ ബേസിക്കലി 2 out of 3 കേസസ് നമുക്ക് എന്തായിരുന്നു കറക്റ്റ് ആയിരുന്നു അല്ലേ. അതായത് 66% ആണ് അതിൻ്റെ ഒരു പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. പിന്നെ മൂന്നാമത് വരുന്ന ഈ ഒരു ഇയേഴ്സ് ഓഫ് ബോട്ടം എന്ന് പറയുന്നത് ഇത് പ്രോപ്പറായിട്ട് നമുക്കൊരു നമുക്കൊരു കോറിലേഷൻ ഇന്ത്യൻ മാർക്കറ്റ്സുമായി കിട്ടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ.
സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആണ്. നിങ്ങൾ ഇത് ബൈനാൻസ് മാർക്കറ്റ് സൈക്കിൾ സ്റ്റഡി ഒന്നും കൂടെ പല രീതിയിലും ചെയ്തു നോക്കാൻ പറ്റും നിങ്ങൾക്ക്. മേ ബി സോ നിങ്ങൾ ഈ ചാർട്ട് ഒന്നും കൂടെ ഡെഫിനറ്റ്ലി ഇൻ്റർനെറ്റിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ പോവുക, നിങ്ങൾക്ക് ഈ സൈക്കിൾ ബൈനാൻസ് മാർക്കറ്റ് സൈക്കിൾ ഡൗൺലോഡ് ചെയ്യപ്പോൾ ഇത് US മാർക്കറ്റ്സുമായി ക്ലോസ്ലി കോറിലേറ്റ് ചെയ്യേണ്ട ഒന്നും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റഡി ചെയ്ത് വെക്കാം ഫോർ സോറി മൈ ബാഡ്. സോ ഇതാണ് നമ്മുടെ വീഡിയോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ വീഡിയോ ഇങ്ങനത്തെ ഒരു ബൈനാൻസ് മാർക്കറ്റ് സൈക്കിളിൽ നിന്ന് ഈ കോൺസെപ്റ്റിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ ഇംഗ്ലീഷ് ചാനൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഒരു സംഭവമാണ്. ഡെഫിനറ്റ്ലി 2026 കൂടെ ബൈനാൻസ് മാർക്കറ്റ് സൈക്കിൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു വാലിഡിറ്റി ഫോർ ദ ഫ്യൂച്ചർ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആയിട്ട് തന്നെ നമുക്ക് വെക്കാം. കാരണം ഇത്രയും പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്ത് ഈ മാർക്കറ്റിനെ യുനോ predict ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി തിങ്, റൈറ്റ്? So I hope you guys enjoy the video. If you have enjoyed the video, please do subscribe as well as like the video, as well as you should share this video to your friends and family if you like it. So happy investing and happy trading. See you. Bye.